അപ്പോൾ ഇന്നത്തെ ടോപ്പിക് വൈ ചേസിങ് പാഷൻ ഈസ് ഹാർഡ് ബട്ട് വർത്ത് ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് മേക്സ് അസ് അലൈവ്. നെക്സ്റ്റ് തിങ് ഈസ് ഇറ്റ് ടീച്ചസ് അസ് ഡിസിപ്ലിൻ, പേഷ്യൻസ് ആൻഡ് ഫെയ്ത്ത്. അത് നമ്മൾ ഹാർഡ് വേയിൽ തന്നെ പലപ്പോഴും മനസ്സിലാക്കും. ഇറ്റ് ഫോഴ്സസ് അസ് ടു ഗ്രോ. നെക്സ്റ്റ് ലെവലിൽ പോകണമെങ്കിൽ നമ്മൾ നിലവിലുള്ള വ്യക്തിയായിട്ടിരുന്നാൽ നമുക്ക് പറ്റില്ല. ശീലങ്ങൾ മാറ്റേണ്ടി വരും, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ മാറ്റേണ്ടി വരും, നമ്മുടെ ഒരു ജീവിത ശൈലി തന്നെ നമ്മൾ മാറ്റേണ്ടി വരും. നാളെ തൊട്ട് ഞാൻ ഡിസിപ്ലിൻഡാണ്, നാളെ തൊട്ട് ഞാൻ എൻ്റെ എല്ലാ ബാഡ് ഹാബിറ്റ്സും ക്വിറ്റ് ചെയ്യുകയാണ്, നാളെ തൊട്ട് ഞാൻ പുതിയൊരു മനുഷ്യനാണ്. ഇറ്റ് ഡസൻ വർക്ക് ലൈക്ക് ദാറ്റ്. അത് എല്ലാത്തിനും അതിൻ്റെതായിട്ട് സമയമെടുക്കും. ഇന്നർ എനർജി ആൻഡ് മോട്ടിവേഷൻ. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പാഷനറ്റ് ആണെങ്കിൽ നമുക്ക് എവിടുന്ന് ഒരു എനർജി വരും. ലൈഫിൽ പല പ്രശ്നങ്ങളും വരും, നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടായിരിക്കും, ഇനിയും വരും, വന്നിട്ടുണ്ടാവും, വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. നമുക്കൊരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്ന് മൂവ് ഓൺ ആവും. അതുപോലെ തന്നെ നമ്മൾ പുതിയ സ്കിൽസ് പഠിക്കേണ്ടി വരും. ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ തന്നെ ലേണിംഗ് ആണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി ഫീൽ ലൈക്ക് വി ആർ ലിവിങ് അവർ ലൈഫ്, നോട്ട് സംവൺ എൽസസ് സ്ക്രിപ്റ്റ്, ഈവൻ ദോ ദ റോഡ് ഈസ് ടഫ്. എനിക്ക് റീസെൻ്റായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഐ തിങ്ക് വിച്ച് ഈസ് എ ഗുഡ് അഡ്വൈസ് ഞാൻ പറയാം. ഞാനൊരു കുറച്ചൊരു എൽഡർ ബ്രദറായിട്ട് കാണുന്ന ഒരാൾ എന്നോട് പറഞ്ഞു തന്നതാണ്. പുള്ളി പറഞ്ഞ ഇതാണ്: എടാ, നീ ലൈഫിൽ നിൻ്റെ ഒരു പേസ് കണ്ടുപിടിക്കണം. നമ്മൾ കാര്യങ്ങൾ പർസ്യൂ ചെയ്യുന്നതിനൊരു പലർക്കും പല പേസാണ്. അപ്പോൾ നീ നിൻ്റേതായിട്ടൊരു പേസ് കണ്ടുപിടിക്കണം. എനിക്കൊന്നും വർക്കാവുന്നില്ലല്ലോ, എനിക്കത് ശരിയാവുന്നില്ല, ഇത് ശരിയാവുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കര റെസ്റ്റ്ലെസ്സും, എനിക്ക് സമാധാനമില്ല. ഞാൻ ഫുൾ ടൈം ഓവർ തിങ്ക് ചെയ്ത് ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച് എനിക്ക് കാര്യങ്ങളൊന്നും വർക്കാവുന്നില്ല എന്നാലോചിച്ച് ഞാൻ ആകെപ്പാടേക്ക് സീനായി നടക്കുമായിരുന്നു. അപ്പം ആ ഒരു ടൈമിലാണ് പുള്ളി എന്നോട് ഇത് പറഞ്ഞത്, വിച്ച് ഈസ് ഐ തിങ്ക് റിയലി നൈസ്. അപ്പോൾ ഞാൻ കുറച്ച് സ്ലോ ഡൗൺ ചെയ്തു, കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങി.